കഴിഞ്ഞ ജൂണിലായിരുന്നു ഇടുക്കി മറയൂർ ചന്ദന റിസർവിൽ നിന്നും മരം മുറിച്ചു കടത്തിയെന്ന കേസ് റിപ്പോർട്ട് ചെയ്തത്. മരം മുറിച്ച് വിൽപ്പന നടത്തിയ ശേഷം പ്രതികൾ ഒളിവിൽ പോയി. ഇപ്പോൾ 4 പേരെ പോലീസ് പിടികൂടിയിരിക്കുന്നു. കേസിൽ 2 പേരെ കൂടി പിടികൂടാനുണ്ടെന്ന് വനംവകുപ്പ് വ്യക്തമാക്കി. മറയൂർ ചന്ദന റിസർവിൽ നിന്നും ചന്ദനമരം മുറിച്ചുകടത്തി വിൽപ്പന നടത്തി ഒളിവിൽ പോയ മറയൂർ പുറവയൽക്കുടി സ്വദേശി ആർ ഗോപാലൻ, ഊഞ്ഞാമ്പാറക്കുടി സ്വദേശി ദീപകുമാർ, മറയൂർ കരിമുട്ടി സ്വദേശി KP സുനിൽ, പയസ് നഗർ സ്വദേശി വിനോദ് എന്നിവരാണ് വനപാലകരുടെ പിടിയിലായത്. കഴിഞ്ഞ ജൂൺ മാസത്തിലായിരുന്നു ചന്ദന റിസർവിൽ നിന്നും പ്രതികൾ മോഷണം നടത്തിയത്. ദീപകുമാറും വെള്ളയൻ എന്നിവർ ചേർന്നാണ് ചന്ദനം മുറിച്ചു കടത്തിയത്. സംഭവത്തിൽ വനം വകുപ്പ് അന്വേഷണം ആരംഭിച്ചതോടെ ദീപകുമാർ ഒളിവിൽ പോവുകയായിരുന്നു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ദീപകുമാറിനെ ബുധനാഴ്ചയാണ് വനം വകുപ്പ് കൊടൈക്കനാലിൽ നിന്നും പിടികൂടിയത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ളവരും വനം വകുപ്പിന്റെ പിടിയിലാകുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി കൊടൈക്കനാൽ ഭാഗത്തുനിന്ന് ദീപകുമാറിനെ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് സ്റ്റേഷനിൽ എത്തിച്ചു തെളിവെടുപ്പ് നടത്തി. ദീപകുമാറും അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സുഹൃത്തായ പുറവേൽക്കുടിയിലെ വെള്ളയൻ എന്ന് പറയുന്ന അരവിന്ദം കൂടിയാണ് ഈ മരം കഴിഞ്ഞ ജൂൺ മാസം മുറിച്ചതെന്ന് അവർ മൊഴി നൽകിയിട്ടുണ്ട്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഈ മുറിച്ച മരം പുറവേൽക്കുടിയിലെ ഗോപാൽ എന്നയാൾക്ക് ഇവർ വിറ്റുവെന്നും ഗോപാലിൽ നിന്ന് പണം കൈപ്പറ്റി ഈ 2 പണം കൈപ്പറ്റുകയും ചെയ്തു. മുറിച്ചു കടത്തിക്കൊണ്ടുപോയ മരം പുറവയൽക്കുടിയിലെ ഗോപാലനാണ് വിൽപ്പന നടത്തിയിരുന്നത്. ഗോപാലൻ മറ്റൊരാളായ സുനിലിനും പിന്നീട് വിനോദിനും കൈമാറി. പിടിയിലായ പ്രതികളെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് ഇനിയും 2 പേരെ കൂടി പിടികൂടുവാനുണ്ട്. ഇവർക്കായും വനംവകുപ്പ് അന്വേഷണം ഊർജിതമാക്കി. മറയൂർ റേഞ്ച് ഓഫീസർ അബ്ജു K അരുൺ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ശ്രീകുമാർ VR എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. റിപ്പോർട്ടർ ഇടുക്കി.